ഫ്രണ്ട്സ്, അപ്പം കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പം ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഇപ്പം മോശമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ സ്ക്വാഡ് എന്നൊരു വ്യക്തി അരുണിനോട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരു എതിർപ്പും കാര്യങ്ങളോ ദേഷ്യമോ ഒന്നുമില്ല. പേഴ്സണലായിട്ട് എനിക്ക് അരുണിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാനത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ സ്ക്വാഡ് എന്നൊരു ചാനൽ, അരുണിൻ്റെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന സമയത്ത് തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയം മുതൽ ഈ ഒരു സമയം വരെ ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ സ്ക്വാഡ് അരുണിൻ്റെ ചാനലിലെ കുറേ കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് അത് ഇഷ്ടമാണ്. നാം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറലായിട്ട് സ്റ്റിറോയിഡിൻ്റെ മിസ്യൂസ് ഇല്ലാതെ, സ്റ്റിറോയിഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇല്ലാതെ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഇല്ലാതെ നാച്ചുറലായിട്ട് ഈ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സപ്പോർട്ടാണ്. പക്ഷേ വേറെ ചില കാര്യങ്ങളോടാണ് എനിക്ക്, ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളോടാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ അരുൺ എന്ന വ്യക്തിയോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സ്നേഹമുള്ളൂ. അരുണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പം മോശമായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം അത് മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് എല്ലാ ആശയങ്ങളോടും, നമുക്ക് എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളെടുത്ത് ഒരാൾ വന്നിട്ട് ഇപ്പം ഒരാൾ വന്നിട്ട് കത്തി കൊണ്ട് കാണിച്ചിട്ട് പറയുക, ഇത് ഞാൻ നിൻ്റെ വയറ്റിൽ കുത്തി കഴിഞ്ഞാൽ നീ ചാവത്തില്ല, ഞാൻ ഒന്ന് കുത്തി നോക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ എന്ത് അഭിപ്രായം പറയും? നിങ്ങൾ കുത്തിക്കോ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞല്ലോ ചാവത്തില്ല, ധൈര്യമായിട്ട് കുത്തിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കൂ? ഇല്ലല്ലോ. അതുപോലെയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളോട് ഞാൻ എതിർക്കുന്നത്. ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അതിന് റിയാക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം തന്നെ യാസറും അരുണുമായിട്ടുള്ള പുള്ളപ്പിൻ്റെ കാര്യം, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പുള്ളപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പോൾ പുള്ളപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ഇപ്പം അരുണ് പറയുന്നുണ്ട്, അരുൺ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചടിക്കണം. യാസർ കാല് മടക്കി വെച്ചടിച്ചതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയ്ക്കെതിരെ റിയാക്ഷൻ ചെയ്തൊരു വീഡിയോയിലാണ് അരുൺ പറയുന്നത്. പിന്നെ ലാസ്റ്റ് കമൻറ്റ് റിയാക്ഷൻ വീഡിയോയിലും പറയുന്നുണ്ട്, കാല് മടക്കി വെച്ചല്ല പുള്ളപ്പടിക്കേണ്ടത്, പുള്ളപ്പടിക്കുന്ന സമയത്ത് കാല് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വേണം പുള്ളപ്പടിക്കാൻ അരുൺ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് ഈ പറയുന്ന ആൾ എങ്ങനെയാണ് പുള്ളപ്പടിക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ടോ, എന്നിട്ട് ഞാനത് പറയാം. കണ്ടല്ലോ, ഈ പറയുന്ന ആള് കാല് ലോക്ക് ചെയ്ത് മടക്കി, മുട്ട് മടക്കിയിട്ടാണ് പുള്ളപ്പ് അടിക്കുന്നത്. പുള്ളപ്പ് സ്ട്രെയിറ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. മാക്രി കാല് കവച്ചു വെച്ചിരിക്കുമല്ലോ, ഈ മാക്രി തവള, അത് കണക്ക് കാലും മടക്കി വെച്ചിട്ട് ആ കാല് മടക്കി വെക്കുന്ന തന്നെ പുള്ളപ്പിന്റെ നമ്പർ 1 തെറ്റായിട്ടുള്ള ഫോമാണ്. കണ്ടല്ലോ, സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് അടിച്ചാൽ മാത്രമേ പുള്ളപ്പാവെന്ന് പറഞ്ഞിട്ടുള്ള ആള് അവിടെ എന്താണ് കാണിക്കുന്നത്? കാല് മടക്കിയിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് പറയുന്ന ആശയങ്ങളോടും അഭിപ്രായങ്ങളോടുമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. ചില സമയത്ത് വന്നിരുന്നിട്ട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയും, എന്നിട്ട് കാണിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അങ്ങനെയുള്ള വീഡിയോ ആണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മുമ്പുള്ള വീഡിയോസിനകത്തൊക്കെ പ്രോട്ടീൻ പൗഡർ കഴിക്കലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ള വീഡിയോസിനകത്തൊക്കെ പ്രോട്ടീൻ പൗഡർ നിവർത്തി ഫുഡിൽ നിന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രോട്ടീൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പാലിൻ്റെ കാര്യം, പാല് കുടിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് പാല് കുടിക്കില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ കുറേ വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുപോലെ സൺഡേ ചീറ്റ് ഡേ എടുക്കുന്നതിൻ്റെ അന്ന് പാല് കുടിക്കും, ഐസ്ക്രീം കഴിക്കാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പം ഫ്രണ്ട്സ് മേടിച്ച് തരുന്നതുകൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ടൊരു നിലപാടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ശിലാജിത്തിന്റെ ഒരു വീഡിയോയിലാണ് ശിലാജിത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനകത്ത്, ശിലാജിത്ത് ഉപയോഗിക്കുന്നുണ്ട്, റിസൾട്ട് ഒന്നുമില്ല, ശിലാജിത്തിന് അത് ഡൈനാവോള് അരക്കി കലക്കി ചേർത്ത് വെച്ചേക്കണമെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ പല വീഡിയോയിലും പല പല കാര്യങ്ങളാണ്. ഇന്നിപ്പം വേ പ്രോട്ടീനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വേ പ്രോട്ടീനെ പറ്റി മോശമായിരിക്കും പറയുന്നത്.
അപ്പോൾ ഉറപ്പായിട്ടും അത് കാണുന്ന ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പല ആൾക്കാർക്കും ഉണ്ടാവും. പലരും പിന്നെ കമന്റ് ഇടാത്തതായിട്ടുള്ള എത്രയോ ആൾക്കാർ കാണും, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് സപ്ലിമെൻസിൻ്റെയും ഡൈനാബോൾ സപ്ലിമെൻറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അപ്പോൾ അരുൺ എന്താണ് ആ വീഡിയോക്കകത്ത് പറഞ്ഞത്, പുള്ളപ്പ് അടിക്കുന്നത് കാല് നൂത്ത് വെച്ച് അടിച്ചാൽ മാത്രമേ പുള്ളപ്പ് ആവൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാല് നൂത്ത് വെച്ച് അടിച്ചാലോ കാല് നൂക്കാതെ വെച്ച് അടിച്ചാലോ ബെൻഡ് ചെയ്ത് അടിച്ചാലോ എങ്ങനെ അടിച്ചാലും നിങ്ങൾ അടിക്കുന്നതിൻ്റെ ഫോം, ഒന്നാമത്തെ കാര്യം നിങ്ങൾ അടിക്കുന്ന ഫോം കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അടിച്ചിട്ടും ഒരു കാര്യമില്ല. അതുപോലെ ടെക്നിക്ക്, എന്ത് ഇപ്പം പുള്ളപ്പ് ആയിക്കോട്ടെ പുഷപ്പ് ആയിക്കോട്ടെ മറ്റുള്ള എക്സസൈസ് ആയിക്കോട്ടെ ഏത് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് ഉപയോഗിച്ച് അടിക്കാതെ നിങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഫോം ടെക്നിക്ക് ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ചെയ്തിട്ട് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ യാസർ അടിച്ചത് നല്ലതെന്ന് പറയുമല്ല, യാസർ അടിച്ചതാണ് കറക്റ്റ് പുള്ളപ്പ് എന്ന് പറയുമല്ല, യാസർ അടിച്ചതും പുള്ളപ്പിൽ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പം ഞാൻ അത് പറയുന്നില്ല. ഇപ്പം അരുൺ അതിനെ പറ്റിയിട്ട് വിമർശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനെ വിമർശിച്ചുകൊണ്ടൊന്നുമല്ല, പക്ഷേ അരുണ് പുള്ളപ്പടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അരുണ് പുള്ളപ്പടിക്കുന്നത് അങ്ങനെ കാല് മുടക്കിയിട്ടാണ് അടിക്കുന്നത്. പിന്നെ വന്നിട്ട് കാല് മുടക്കി അടിച്ച് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുന്നതാണ് പുള്ളപ്പ് എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അതാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം ആദ്യം പറയുന്നത് ഒരു കാര്യം, പ്രവർത്തിക്കുന്നത് വേറൊരു കാര്യമാണ് അരുണ് ചെയ്യുന്നത്. പുള്ളപ്പ് അടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് സ്ട്രെയിറ്റ് ആക്കി വെച്ചടിക്കാം, അതുപോലെ കാല് ലോക്ക് ചെയ്ത് വെച്ചടിക്കാം, ബെൻഡ് ചെയ്ത് വെച്ചടിക്കാം. അപ്പം നിങ്ങൾ അടിക്കുമ്പോഴെല്ലാം നിങ്ങളെ കോർ എൻഗേജ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഫോം ശ്രദ്ധിക്കുക, ടെക്നിക്ക് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുള്ളപ്പിഞ്ഞി സ്ട്രെയിറ്റ് ആക്കി വെച്ച് അടിക്കാം, അതുപോലെ ബെൻഡാക്കി വെച്ച് അടിക്കാം, അതുപോലെ ലോക്ക് ചെയ്തിട്ട് അടിക്കാം, എങ്ങനെ വേണമെങ്കിലും അടിക്കാം കേട്ടോ. ഇന്ന രീതിയിൽ അടിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ രീതികളിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. പിന്നെ ജനറ്റിക്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നല്ല ജനറ്റിക്സ് ഉള്ളവനെ ബോഡി ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ല ജനറ്റിക്സ് ഇല്ലാത്തവനാണ് സ്റ്റിറോയിഡ്സിൻ്റെ പുറകെ പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല ജനറ്റിക്സ് അല്ലെങ്കിൽ കെട്ട ജനറ്റിക്സ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് അവരെല്ലാം വിചാരിക്കുവാണ് ഞാൻ മോശമായിട്ടുള്ള, എൻ്റെ ജനറ്റിക്സ് കൊള്ളത്തില്ല, അപ്പം ഞാൻ നേരെ പോയി സ്റ്റിറോയിഡ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ അരുണു ഈ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പോയി എടുക്കുന്ന ആൾക്കാർ കാണും. കാരണം കുറേ ജിമ്മിൽ പോയി കുറേ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, കാരണം അവർ റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാര്യം വേറെയാണ്. പക്ഷെ അവർ വിചാരിക്കും എൻ്റെ ജനറ്റിക്സ് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് മസിൽ ഗ്രോത്ത് നടക്കാത്തതെന്ന് അവർ വിചാരിച്ചിട്ട് ഇപ്പോൾ സ്റ്റിറോയിഡ് പോയി എടുക്കാം. അങ്ങനെ ചിന്തിച്ചെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ മസിൽ ഗ്രോത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഈ ജനറ്റിക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെയാണ് വരുന്നത്, അതും കൂടെ നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊക്കെ പൂർവികർ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ ഫാദർ, ഇപ്പം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവരൊക്കെ ഭയങ്കര ഹൈറ്റും ഭയങ്കര തടിയും ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ആൾക്കാരിലും വ്യത്യാസമുണ്ട്, അതിന് താഴോട്ട് വരുന്ന ആൾക്കാരിലും വ്യത്യാസമുണ്ട്. പല എൻ്റെ ഒരു ജനറേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫാദറിൻ്റെ ആ ഒരു ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പറയുവാണ് ജനറ്റിക്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം തൊട്ടുള്ള തലമുറയിലെ ജനറ്റിക്സ് ഇങ്ങനെ പിന്തുടർന്ന് വരണമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫാദറിനുള്ള ജനറ്റിക്സ് ആയിരിക്കണമല്ലോ താഴോട്ടുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടത്. അങ്ങനെ എന്താണ് കിട്ടേണ്ടത്? എൻ്റെ ഫാദറിനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വലുതായിട്ടുള്ള ഹൈറ്റ് ഇല്ല, ഇപ്പം വലുതായിട്ടുള്ള ഒരുപാട് സൈസ് ഇല്ല, ആവശ്യത്തിനുള്ള സൈസേ ഉള്ളൂ. അതുപോലെ ഫാദറാണെങ്കിൽ ലീനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ജനറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമാണെങ്കിൽ അത് അങ്ങനെ കിട്ടണമല്ലോ. എല്ലാവരും ഒരേ ജനറ്റിക്സിൽ വരണമല്ലോ. ഈ ജനറ്റിക്സ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ ജനറ്റിക്സിൻ്റെ ഇത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന ആഹാരവും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് പോകുന്നത്. അങ്ങനെയാണ് ആ കുഞ്ഞിന് നല്ല പോഷകാഹാരങ്ങളും അതുപോലെ നല്ല ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ജനിക്കുമ്പം അത് വെച്ചിട്ടാണ് ആ കുഞ്ഞിൻ്റെ ഒരു ശരീരപ്രകൃതവും അതുപോലെ ആ ഒരു ആരോഗ്യം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരുപാട് പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളും ഒരുപാട് നാടുകളൊക്കെ ഉണ്ട് പട്ടിണി കിടക്കുന്ന. അവിടെയൊക്കെ ജനിക്കുന്ന പിള്ളേർക്ക് ജനിച്ചു വരുമ്പോഴേ ഒരുപാട് ജനിതക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർ നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ, നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് അവർ ജനിക്കുന്ന സമയത്തെ അവർക്ക് അംഗവൈകല്യങ്ങൾ അതുപോലെ
ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നല്ല ജനറ്റിക്സ് അല്ല. ആ സമയത്ത് അവർ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന പിള്ളേരും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആ, പിള്ളേരായിരിക്കും. അപ്പം അതൊക്കെയാണ് ഇതിനെ അതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടർ കേട്ടോ. അല്ലാതെ ഈ പറയുന്ന പോലെ ഞാൻ നല്ല ജനറ്റിക്സ് ആണ് അല്ലെങ്കിൽ നീ കെട്ട ജനറ്റിക്സ് ആണ് എങ്ങനെയൊന്നും പറയുന്നതിലൊന്നും കാര്യമില്ല. പിന്നെ ജിമ്മിൽ ചെന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പം ന്യൂട്രിയൻസ്, ഡയറ്റ്, അതുപോലെ വർക്കൗട്ടിൻ്റെ ഫോം, ടെക്നിക്സ്, റെസ്റ്റ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഏതൊരു ബോഡിക്കും ഏതൊരു ജനറ്റിക്സിനും നല്ലൊരു ബോഡിയിൽ പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ സാധിക്കും. അത് സ്റ്റിറോയിഡ് തന്നെ എടുക്കണം എന്നില്ല. സ്റ്റിറോയിഡ് എടുത്തു പോകുന്നത് അത് വേറൊരു കോമ്പറ്റീഷൻ മേഖലയിലോട്ട് പോകുന്ന ആൾക്കാരാണ് അത് ചൂസ് ചെയ്യുന്നത്. സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റേജിൽ പോയി കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ നാച്ചുറലായിട്ട് ഇപ്പം എൻഹാൻസ്ഡ് ബോഡി ഇപ്പം സ്റ്റിറോയിഡ്സ് ഒക്കെ ഉപയോഗിച്ച് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു ഏരിയയിലോട്ട്, ഒരു സ്റ്റേജിലോട്ട് ഒരു നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നിർത്തണം ഈ സ്റ്റിറോയിഡ്സിൻ്റെ മേഖല. ഈ സ്പോർട്സിൽ സ്റ്റിറോയിഡ്സിൻ്റെ ഇത് മൊത്തത്തിൽ ബാൻ ചെയ്യണം. അതാണ് വേണ്ടുന്നത്. ഇത് ബാൻ ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ അതിലോട്ട് താല്പര്യമുള്ളവർ പോവുക, താല്പര്യമില്ലാത്തവർ നാച്ചുറലായിട്ട് തന്നെ ബോഡി ബിൽഡ് ചെയ്യും. ഇപ്പം നാച്ചുറലായിട്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും ഇപ്പോൾ കോമ്പറ്റീഷന് പോകാത്ത ആൾക്കാർ കൂടുതലും